ശിവന്റെ ലിംഗവും പാർവതിയുടെ യോനിയും അന്വേഷിച്ച് നിങ്ങൾ പള്ളികളുടെ അടിവേര് മാന്തണ്ട എന്നാണ് സമസ്തയുടെ നേതാവായ ഉമർ ഫൈസി പറയുന്നത്. ഇത് ഹിന്ദുക്കളുടെ വികാരത്തെ, മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞു. അതൊക്കെ മാപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഹിന്ദു സമൂഹത്തോ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ എന്തും പറയാമെന്നുള്ള ഇത്തരം ആളുകളുടെ ഒരു പോക്ക് അതത്ര ശരിയാണ്? ഒരിക്കലും ശരിയല്ല എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. കാരണം എന്തുകൊണ്ടാണ് ഈ ധൈര്യം ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹിന്ദു സംഘടിതരല്ലാത്തതിൻ്റെ ലാഭം, ആ ലാഭം കൊയ്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് നടത്തുന്നത്. നോക്കി എന്തുമാത്രം വിദ്വേഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. ഹിന്ദുക്കൾ അത്രയും കോടാനുകോടി ഹിന്ദുക്കൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു മഹാദേവനാണ് ശിവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർവതിയും ഒക്കെ പറയുന്നത് ശിവനും ശക്തിയും കൂടി ചേർന്നാൽ മാസില എന്നാണല്ലോ. അപ്പം വിജയ് പറഞ്ഞത് അതെ. അപ്പം അങ്ങനെയുള്ളൊരു ശിവനെയും പാർവതിയെയും കുറിച്ചാണ്, അതായത് ഹിന്ദുയിസത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദേവന്മാരാണ്, രണ്ട് ഈശ്വരന്മാരാണ് ഇവർ. അവരെക്കുറിച്ച് ഇത്തരം രീതിയിലൊരു മതപണ്ഡിതൻ, അതും ഒരു സമുദായത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മതപണ്ഡിതൻ ഇത്തരം ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കാണ് അതിൻ്റെ ചീത്തപ്പേരുണ്ടാവുക? അത് സ്വാഭാവികമായിട്ടും ആ ചീത്തപ്പേര് പോകുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയെ വെറുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അത് സഹായകരമാകൂ എന്ന് ഇദ്ദേഹത്തിനെ പോലുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. നമുക്കറിയാം, ഒരുപാട് ഹർജികൾ ഇപ്പം കോടതി കയറിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? അതായത് പഴയ കാലങ്ങളിൽ തകർക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പല ക്ഷേത്രങ്ങളും തിരിച്ചു വരണം. ആ ക്ഷേത്രങ്ങളുടെയൊക്കെ മുകളിൽ ഇപ്പോൾ പല പള്ളികളുമാണ് എന്ന് പല രേഖകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല ഹർജികളും കോടതിയുടെ മുമ്പാകെ എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം അത്തരം ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ ഇങ്ങനെയാണോ പരാമർശിക്കേണ്ടത്? ഒരു ദേവീ ദേവന്മാരെ കളിയാക്കിക്കൊണ്ടാണോ ഈ പരാമർശം അദ്ദേഹം നടത്തേണ്ടത്? അത് തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ അപലപിച്ചു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾക്കിടയിൽ ഈ വെറുപ്പ് അടങ്ങാതെ, ആ വെറുപ്പ് അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം ഗുഗേഷിന്റെ വിഷയത്തിൽ തന്നെ കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ആ വ്യക്തി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടു. അപ്പം ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ മാലിന്യത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോനിലയിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് വളരെ മതേതരമായിട്ടുള്ള ഒരു സമൂഹമാണ്. നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. കാരണം 1947 ശേഷമല്ല ഇന്ത്യ മതേതരമായത്. 1947 എത്രയോ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ യഥാർത്ഥത്തിൽ മതേതരമാണ്. ഇന്ത്യയുടെ മനസ്സ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മനസ്സ് എന്ന് പറയുന്നത് ഇടതു മനസ്സാണ്. അങ്ങനെ അത് സമ്മതിക്കേണ്ടി വരും. ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഇടതു മനസ്സാണ്. കാരണം ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് കഴിഞ്ഞു പോയിരുന്നത് ഹിന്ദുക്കളായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണത്. കാരണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹിന്ദുയിസത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കൾച്ചറലി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കാണാം. ഈ മതേതരത്വത്തെ ഈ സമൂഹം റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ദേവന്മാരുള്ളത്. കാരണം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ദേവന്മാരെയും ദേവിമാരെയും ചൂസ് ചെയ്യാം. ഒരൊറ്റ ദൈവത്തിൽ മാത്രം പ്രാർത്ഥിക്കണം എന്ന് എവിടെയും ഹിന്ദു പറയുന്നില്ല. അപ്പം ഈ ഒരു മതേതര സമൂഹം ഹിന്ദുവിൻ്റെ മനസ്സിൽ, ഹിന്ദുവിൻ്റെ ജീനിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. അതിനെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സംഘടിതനായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള മെസ്സേജ് ഇതിനോടകം തന്നെ നമുക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും നൽകുവാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇത്തരം ആളുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മിണ്ടാണ്ട് അനങ്ങാണ്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഹിന്ദു അല്ല പുതിയ ഹിന്ദു ഉണർന്നിരിക്കുന്നു. അത് ഈ ഉമർ ഫൈസി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്തിനാണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവന്റെ ലിംഗവും അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളുടെ ഈ പ്രതിഷ്ഠയും ഒക്കെ തേടി പള്ളികളുടെ അടിവേരുകൾ മാന്താൻ പോകുന്നത്? ഇവിടെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും മതവുമാണ്. ഈ വിശ്വാസത്തെയും വിദ്യാഭ്യാസത്തെയും വിറ്റ് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കപടവാദികൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഈ ആളുകളുടെ ഒരു പള്ളി പൊളിക്കുമ്പോൾ അത് ആ സമുദായത്തിൽപ്പെടുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെടുന്ന ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു മുറിവുണ്ട്. അതിനെ നമ്മൾ എന്തൊക്കെ ഇനി പറഞ്ഞാലും അതിനെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഒരു പള്ളി പൊളിച്ചുകൊണ്ട് ഒരു അമ്പലം ഉണ്ടാക്കുന്നത്, ഒരു അമ്പലം പൊളിച്ചുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നിലനിൽക്കുന്നതൊക്കെ അതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അടിവേരുകൾ മാന്തി തോണ്ടി ജനങ്ങളെ രണ്ട് തട്ടിലാക്കിക്കൊണ്ട് സമുദായത്തിൻ്റെ ജാതിയുടെ പേരിൽ ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. ഇപ്പം എത്രയോ ഹിന്ദുക്കൾ മോസ്കിലും പള്ളികളിലും പോകുന്നുണ്ട്, എത്രയോ ക്രിസ്ത്യാനികൾ അമ്പലങ്ങളിൽ കയറുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഓരോരുത്തർ മുറുകെ പിടിക്കട്ടെ. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്നും ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്നും പറഞ്ഞ് തമ്മി തല്ലുന്നവർ, ഇവിടുത്തെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനോ ഹിന്ദു രാഷ്ട്രമാക്കാനോ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അല്ലാതെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെന്നും ഒരാളും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് BJPക്ക് അങ്ങനെ ഒരു RSSന് അങ്ങനെ ഒരു ആശയമുണ്ടെങ്കിൽ RSSകാർ പോലും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSSന്റെ നിലപാട്, RSSന്റെ ചീഫായിട്ടുള്ള മോഹൻ ഭാഗവത് തന്നെ എന്താണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചത്? ധന്യ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ പള്ളികൾക്കും അടിയിൽ നമ്മൾ ശിവലിംഗം അന്വേഷിച്ച് പോകേണ്ട തുടങ്ങിയ കാര്യം വളരെ ജനാധിപത്യ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്താവനയാണ് RSSന്റെ മുതിർന്ന നേതാവ് തന്നെ മുമ്പോട്ട് വെച്ചത്. നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ പല ആളുകൾക്കും ചില സംശയങ്ങൾ, ചില പള്ളികൾ അമ്പലം പൊളിച്ചിട്ടുണ്ടാക്കിയതാണോ എന്ന ചില സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിയമത്തിൻ്റെ വഴിയെ ഒരു നടപടി സ്വീകരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഹർജികൾ സമർപ്പിക്കാനും ഈ നാട്ടിൽ അവകാശമുണ്ട്. അതാണ് ഇവിടുത്തെയുള്ള ആളുകൾ ചെയ്തത്. അല്ലാതെ കുറേ കൂട്ടം കൂടി നിന്ന് ഒരു പള്ളി തകർക്കാനൊന്നും ആരും പോയിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ ഈ നിലവിലത്തെ ഹർജിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അത് നൽകാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് കോടതിയുടെ മുമ്പാകെ അത് വന്നിട്ടുണ്ട്. കോടതി പരിശോധിക്കട്ടെ. കോടതിയാണ് അന്തിമ വിധി. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. രാം ജന്മഭൂമി വന്നപ്പോഴും ആ വിധിയെ അംഗീകരിക്കാതെ ഈ സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അത് നമ്മൾ പരിശോധിക്കണ്ടേ? ആരാണത് ചെയ്യുന്നത്? ഒരു വലിയ 91 മുതൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ രമ്യമായി കോടതി പരിഹരിച്ചു. രണ്ടു പേർക്കും തുല്യമായ രീതിയിലുള്ളൊരു കാര്യങ്ങൾ നൽകിക്കൊണ്ട് മുസ്ലിം പള്ളി പണിയാനായിട്ട് സ്ഥലം നൽകി തുടങ്ങിയ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് നൽകി. അപ്പോഴും പറയുന്നത് അത് രമ്യമായി പരിഹരിച്ചിട്ടില്ല. അവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആരാണ് യഥാർത്ഥത്തിൽ, അതാണ് നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആരാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്? കൃത്യവും വ്യക്തവും വളരെ നിസ്വാർത്ഥപരവുമായിട്ടുള്ളൊരു പഠനം ഈ കാര്യത്തിൽ നടക്കണം. അപ്പോഴും മാത്രമേ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ.